സംശയം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പടം കണ്ടിട്ട് ആദ്യമായിട്ടാണോ അഭിനയിക്കുന്നത്? ആ, അതെ. അല്ല, നമുക്ക് നമ്മൾ പല ആർട്ടിസ്റ്റുകളെ കാണുമ്പോഴും അവരുടെ സ്ക്രീൻ പ്രസൻസ് എല്ലാം നമുക്ക് അറിയാം. പുതുതായിട്ടുള്ള ചെയ്യുന്നതും തണുപ്പിച്ച ഒരു ആർട്ടിസ്റ്റ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യത്യാസം അറിയും. പക്ഷേ ഇതൊരു ഇരുത്തം എന്ന ആർട്ടിസ്റ്റ് ചെയ്തതുപോലെ ഉണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്. ഇതിൽ അടിപൊളിയായി, ഒരു രക്ഷയില്ല. വയലൻസ് ഒക്കെ ഇങ്ങനെ ഇത് എവിടെ നിന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതാണ് ഇത്രയും വലിയ വയലൻസ് ഒക്കെ? ഫൈറ്റൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. മറ്റേ നമ്മൾ മില്ലനെ കാണുമ്പോൾ നമുക്ക് നമ്മളെ ജാൻമണിയിലേക്ക് പോകാൻ വരും. സത്യം. ആക്ച്വലി ഇപ്പം ഇവിടെ ഇല്ല, നമുക്കിവിടെ വരാൻ പറ്റില്ല. ഇത് സിംഗപ്പൂരിലാണ് PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആക്ടിങ്. അത് കഴിഞ്ഞ് സിംഗപ്പൂരിലെ തിയേറ്റേഴ്സിൻ്റെ കൂടെ ഗംഭീര പെർഫോമൻസ്. അസാധ്യം, ഒരു രക്ഷയില്ല. എല്ലാവരും കണ്ടിട്ട് എങ്ങനെ തോന്നി? അടിപൊളി പടം കേട്ടോ, ഒരു രക്ഷയില്ല. സാജി ചേട്ടനൊക്കെ രക്ഷയില്ല. പിന്നെ അവരെയൊക്കെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമയാണ്. ഡയലോഗ്സ് ഭയങ്കര കുറവായിരുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇത് കിടക്കുക, ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലാണല്ലോ കിട്ടിയിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് പടങ്ങൾ കിട്ടട്ടെ, സിനിമകൾ കിട്ടട്ടെ, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.